ആറ്റിനക്കരയുള്ള ആരെങ്കിലും തൊട്ട് അവന്റെ കഴുത്തെറിഞ്ഞു വേണം. ഒറ്റക്കാരാ പട്ടികളെ, അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ 5-6 പേരുണ്ട്. പട്ടി നിന്റെ അപ്പന്റെ കരിപ്പട്ടി കച്ചവടം. ഇവിടെ ഒന്നാ പറ്റില്ല. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടുകളഞ്ഞ് പോയി പന കയറ്. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും. സാരമില്ല, രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. കൊട്ടും കുറവയൊന്നും ഇല്ലാതെ ഇന്ന് എന്റെ മോൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ടമ്മാവ, വേണ്ട, ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. മോളെ, പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട. മേശമണി വെള്ളം കോരിത്തരും. കാണുന്നു അവൻ ദേവിയെ കാണുന്നു, ദീപം കാണുന്നു അവൾ ദേവനെ കാണുന്നു. അപ്പോ നാടകമുണ്ടോ? ഇല്ല. ഉടനെ വരുമോ? അവിടെ കിടന്നോളൂ. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയും ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത കുറ്റം പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ച് നാണം കിടത്താം. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ടാറടങ്ങി ചന്തന്മാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വെറുതെയല്ല.
എന്താ ബാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. സായിപ്പിന് മുത്തനെ മാത്രമേ അടിക്കാൻ ഉദ്ദേശമുള്ളൂ. നമ്മളെ ആരെയും അയാളുടെ ആൾക്കാർ തൊടൂല്ല. പിന്നെ ചേരൊക്കെ അടിച്ചതോ? അത് നമ്മളെ പേടിപ്പെടുത്താൻ. ഇന്ന് പാലയൻ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പാലയം പിന്നെ സായിപ്പിന് വേണ്ടിയല്ലേ പറയൂ? നാക്കടക്കട, നീ വിവരമില്ലാതെ സംസാരിക്കരുത്. കാര്യം എന്താണെന്ന് അറിയാമോ? മുത്തൻ മറാമയുടെ തുണി അഴിക്കാൻ നോക്കി. സായിപ്പിന് ദേഷ്യം വരാതിരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്, മുത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന്. നമുക്ക് ചോദിക്കാം. ഇന്ന് രാത്രി 2 തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷ ചെറ്റപ്പ് ചത്താൽ 100 പേരെ സായിപ്പ് ഇറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സായിപ്പിനോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അടിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷ ഓടിയെടുത്ത് പുല്ല് ഉളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്കയക്കാമോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാനൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ. ഉയരിനെ പറ്റി നമുക്ക് ഒളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്കറിഞ്ഞൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം? സായിപ്പിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്യുന്ന തെറ്റിന് നമ്മളെല്ലാവരും അടികൊള്ളണം. ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല, കേട്ടത് വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനും തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചെരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം വരെ പല്ലടിച്ചാൽ താഴെ. നല്ല കൂട്ടായി നമ്മളെ തല്ലിന് കാര്യം ചോദിക്കാൻ സമാധാനപ്പെടേ. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ അക്ഷരം വേണ്ടി പോരും. കരിപ്പെട്ടി എങ്ങനെ വിൽക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചാലേ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പറ്റി വാങ്ങണ്ട. നമ്മൾ പിന്നെ പട്ടിണി എടുത്ത് ജാകണം. മുഴുവൻ കരിപ്പട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ, മതിയോ? മതി. ഓ, അത് മതി. ഇനി നിന്റെ പ്രമാണം തരൂ. ശരി, ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. 1 മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാം. നിങ്ങളുടെ ഒക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല. പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ, സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറി പിടിച്ചത്. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമമല്ല സാറേ. ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു കൊള്ളാം?
തുളസിയില കെട്ട്. ഭാര്യമ്മേ, രക്ഷിക്കണേ.